ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് നമുക്കൊരു സെയിൽ ബില്ലിൽ കാണിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് 3 ഓപ്ഷനാണുള്ളത്: നോ ബാച്ച്, സിംഗിൾ ബാച്ച്, മൾട്ടിപ്പിൾ ബാച്ച്. ഞാൻ 3 പ്രോഡക്റ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാണിച്ചു തരാം. സ്മാർട്ട് ഫോൺസ് സാംസങ് S24 അൾട്രാ ഗ്രേ ഞാൻ സിംഗിൾ ബാച്ചായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആ പ്രോഡക്റ്റിലുള്ള ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും. ദെൻ അടുത്ത പ്രോഡക്റ്റ് പൗച്ച് സാംസങ് S24 അൾട്രാ, ഇത് ഞാൻ മൾട്ടിപ്പിൾ ബാച്ചായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഡക്റ്റിന് നമുക്ക് പ്രൈസ് വേരിയേഷൻ അനുസരിച്ച് മാത്രമേ പുതിയ ബാച്ച് ക്രിയേറ്റ് ആവുകയുള്ളൂ. അത് ഒരേ പ്രൈസിൽ തന്നെ വീണ്ടും വീണ്ടും പർച്ചേസ് വരികയാണെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ ഒന്ന് തന്നെ ആയിരിക്കും, അതിലേക്ക് തന്നെ ആയിരിക്കും ആ സ്റ്റോക്ക് ആഡ് ആയി പോകുന്നത്. പ്രൈസ് വേരിയേഷൻ വന്നാൽ മാത്രമേ അത് സെപ്പറേറ്റ് ബാച്ച് നമ്പർ ഉണ്ടാവുകയുള്ളൂ. അടുത്ത പ്രോഡക്റ്റ് ഗ്ലാസ് ടെമ്പേർഡ് 5D ആണ്. ഇത് ഞാൻ നോ ബാച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഏതൊക്കെ റേറ്റിൽ എപ്പോഴൊക്കെ പർച്ചേസ് വന്നിട്ടുണ്ടെങ്കിലും ഇത് ഒരേ ഒരു ബാച്ച് നമ്പറിലേക്ക്, ഒരേ ഒരു പ്രോഡക്റ്റ് നെയിമിലേക്ക് മാത്രമേ ഇത് ആഡായി പോവുള്ളൂ. ഈ 3 പ്രോഡക്റ്റും നമുക്ക് സെയിലിൽ എങ്ങനെ കാണിക്കുന്നു എന്ന് നോക്കാം. സാംസങ് S24 അൾട്രാ ഗ്രേ ഉണ്ട്, നമുക്കതെങ്ങനെ കൊടുക്കുന്നു നോക്കാം. അതിൻ്റെ ഒരു മെത്തേഡ്, നമ്മൾ ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീരിയൽ നമ്പേഴ്സ്, യൂണീക്ക് സീരിയൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. ദെൻ പ്രൈസ് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്ത് ആഡ് ചെയ്യുക, സേവ് ചെയ്യുക. ഇതാണ് നോർമൽ ഒരു പ്രൊസീജിയർ. എന്നാൽ S24 അൾട്രായ്ക്ക് നമുക്ക് ഓരോന്നിനും യൂണീക്ക് സീരിയൽ നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് നമുക്ക് സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ആ സീരിയൽ നമ്പർ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും ആ പ്രോഡക്റ്റിൻ്റെ നെയിമും പ്രോഡക്റ്റ് ഐ ഡിയും പ്രൈസും എല്ലാം ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ചെയ്യും. അത് എൻ്റർ ചെയ്യുക, ആഡ് ചെയ്യുക. ദെൻ നമ്മൾ 5D ഗ്ലാസിൻ്റെ കേസ് പറഞ്ഞു. 5D, അത് 5D ടെമ്പർ ഗ്ലാസ്, അത് നോ ബാച്ചായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് 5D എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് വരും. അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും റേറ്റും എല്ലാം അവിടെ കാണിക്കുന്നുണ്ടാവും. അത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. വേറെ സീരിയൽ നമ്പർ ഒന്നും അത് ചോദിക്കില്ല. ക്വാണ്ടിറ്റി കൊടുക്കുക. റേറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ? അപ്പോൾ 220 നമ്മൾ കസ്റ്റമർ ബാർഗെയിൻ ചെയ്ത് 210 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 210 എൻ്റർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദെൻ ഇനി നമുക്കൊരു പൗച്ചാണ് ഉണ്ടായിരുന്നത്. പൗച്ച് സാംസങ് S24 അൾട്രാ, ഈ ഐറ്റമാണ് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ മൾട്ടിപ്പിൾ ബാച്ചിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് ഏതൊക്കെ ബാച്ച് നമ്പേഴ്സിലുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. ഏതൊക്കെ പ്രൈസ് വേരിയേഷനിലുണ്ടെന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇതിൽ പർച്ചേസ് പ്രൈസ് ഷോ ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുകയാണ്. കാര്യം യൂസറിന് പർച്ചേസ് പ്രൈസ് കാണേണ്ട കാര്യമില്ല സെയിൽ ചെയ്യുന്ന സമയത്ത്. അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് പ്രൈസും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ റീറ്റെയിൽ പ്രൈസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അവിടുന്ന് എൻ്റർ ചെയ്യുക, ക്വാണ്ടിറ്റി റേറ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ റേറ്റ് ചേഞ്ച് ചെയ്യുക, ആഡ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ ഈ 3 ബാച്ച് സെറ്റിങ്സുകളും യൂസ് ചെയ്യുന്നത്. സിംഗിൾ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സീരിയൽ നമ്പർ കൊടുക്കാം. മൾട്ടിപ്പിൾ ബാച്ച് ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ് സീരിയൽ നമ്പർ കൊടുക്കാം. പക്ഷേ നമുക്ക് ഏതൊക്കെ സീരിയൽ നമ്പറിലുള്ളത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ മൾട്ടിപ്പിൾ ബാച്ച് ആകുമ്പോൾ നമുക്ക് ഒരേ ഐറ്റം തന്നെ പല ബാച്ചിലായിട്ട് ഇരിപ്പുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സീരിയൽ നമ്പർ ബാർകോഡ് പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ തൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റ് നെയിം അടിച്ചിട്ട് ബാച്ച് നമ്പർ താഴോട്ടിറങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. നോ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഐറ്റം സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി റേറ്റ് കൊടുക്കുക, പോവുക. അത് ഒറ്റ ഒരു ബാച്ചിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുക, ദെൻ സേവ് ചെയ്യുക. F6 അല്ലെങ്കിൽ F5 ആണെങ്കിൽ സേവ് ആണ്, F6 ആണെങ്കിൽ സേവ് ആൻഡ് പ്രിൻ്റ് ആണ് വരിക. സേവ് ആൻഡ് പ്രിൻറ്റിന് മുമ്പ് ഇത് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ചോദിക്കും. മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കുണ്ട്. ക്യാഷ് ആണോ, UPI ആണോ, കാർഡാണോ, ലോണാണോ. ലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന കമ്പനികളുണ്ടാവും. ഇപ്പോൾ ഹോം അപ്ലയൻസസ് ഷോപ്പ്, അങ്ങനെ ഇലക്ട്രോണിക് ഷോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ഫിനാൻസ് കമ്പനികൾ EMI ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അതിൻ്റെ ഓപ്ഷൻ. ദെൻ വാലറ്റ്, ഇപ്പോൾ ചില കമ്പനികളൊക്കെ അവരുടെ വാലറ്റ് കൂപ്പൺസ് വേറൊരു ഷോപ്പിൽ ചെന്നാൽ റെഡീം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വാലറ്റ്സ് എന്തെങ്കിലും ആണോ. ദെൻ അതുമല്ല നമുക്ക് ക്രെഡിറ്റ് ആയിട്ടാണോ പോകുന്നത്. ഈ കോമ്പിനേഷൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് കൊടുത്ത് സേവ് ചെയ്യുക. വീണ്ടും ഒരു F6 കൂടെ കൊടുക്കുന്ന സമയത്ത് അത് സേവ് ആവും. ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഇത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ, അങ്ങനെ പലതും ആഡ് ചെയ്യാം. ഫെഡറൽ ബാങ്ക്, ഇപ്പോൾ മൾട്ടിപ്പിൾ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻസ് ഒരു ഷോപ്പിലുണ്ടായിരിക്കും, അതും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഫിനാൻസ് കമ്പനികളുടെ IDFC, ബജാജ് ഫിനാൻസ്, HDFC ഇതെല്ലാം ആഡ് ചെയ്യാം. അതേപോലെ വാലറ്റ്സും മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം. ഇത്രയും കൊടുക്കുക, സേവ് ചെയ്യുക.
ഡ്യൂപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റിൻ്റെ ഓപ്ഷനുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും വരിക. ദെൻ മൾട്ടിപ്പിൾ പ്രിൻ്റർ ഓപ്ഷൻസിൽ നമുക്ക് ലേസർ പ്രിൻ്ററാണോ തെർമൽ പ്രിൻ്ററാണോ അതോ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഏത് പ്രിൻ്ററാണെങ്കിലും നമുക്ക് ആ പ്രിൻ്ററിൻ്റെ നെയിം ഇവിടെ ഡിഫോൾട്ട് പ്രിൻ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. നമ്മളൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് F6 കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്ററിൽ ചേഞ്ച് ഉണ്ട്, നമുക്ക് വേറൊരു പ്രിൻ്ററിലേക്ക് അല്ലെങ്കിൽ PDF പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഈ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ നമുക്ക് ക്യാഷ് ഇപ്പോൾ ഫുൾ എമൗണ്ട് ഡിഫോൾട്ടായിട്ട് ക്യാഷിലായിരിക്കും ഇരിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് ക്രെഡിറ്റിലാക്കി സെറ്റ് ചെയ്യാം, UPIയിലാക്കി സെറ്റ് ചെയ്യാം. അതെല്ലാം സെറ്റിങ്സാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1,50,360 രൂപയാണ് എമൗണ്ട് ആയത്. കസ്റ്റമർ 1,50,500 രൂപയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 1,50,500 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ബാക്കി ബാലൻസ് എമൗണ്ട് 140 രൂപ തിരിച്ചു കൊടുക്കാനുണ്ടെന്നുള്ളത് താഴെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇത് കൊടുക്കുക, സേവ് ചെയ്യുക. ഒരു F6 കൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് സേവ് ചെയ്ത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് വരും. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ബാച്ച് സിസ്റ്റം ഉള്ള ഐറ്റംസ് നമുക്ക് ഒരേ സെയിൽസ് ബില്ലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇവിടുന്ന് നമുക്ക് കസ്റ്റമറിൻ്റെ പേരും ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടില്ല, അത് കൊടുക്കാം. ഇവിടെ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ, ഇവിടെ പേര്, അഡ്രസ്സ്, പ്ലേസ്, ദെൻ സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ സെയിൽസ്മാൻ്റെ പേര്. ഇത്രയാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. B2C ആണോ B2B ആണോ അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.